ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നു. അതാണ് ദൃശ്യങ്ങളിൽ കാണാനാവുന്നത്. ഇനി ഇവിടെയും പൊതുദർശനമുണ്ട്. പൊതുദർശനത്തിന് ശേഷം 10 മണിയോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ തുടങ്ങുക, പള്ളിയിലേക്ക് കൊണ്ടുപോവുക. പത്ത് മണിക്ക് തുപ്പനാട് മസ്ജിദിൽ ഒന്നിച്ചായിരിക്കും 4 പേരുടെയും സംസ്കാരം. ഗൂഗിൾ VS ഉണ്ട് അവിടെ നിന്നും. ഗൂഗിൾ ഹാളിലേക്ക് ആദ്യ ആൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അല്ലേ? അതെ, ഇപ്പോൾ നിദ ഫാത്തിമയുടെ ഭൗതിക ശരീരമാണ് ഇപ്പോൾ ഈ ഹാളിലേക്ക് എത്തിയത്. ഒപ്പം പിന്നിൽ അടുത്ത ഓരോ ആംബുലൻസുകളായി വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ 4 പേരുടെയും മൃതദേഹങ്ങൾ ഉടൻ തന്നെ ഈ ഹാളിൽ എത്തിക്കും. ഈ കരിമ്പനക്കൽ ഹാളിൻ്റെ മുന്നിൽ ഇത് പൊതുദർശനം ഏകദേശം ഒരു 2 മണിക്കൂർ നീളുന്ന പൊതുദർശനം. 8 മണിക്ക് തുടങ്ങിയാൽ 10 മണി വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. അതിനുശേഷം അടുത്തുള്ള ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. വളരെ ദുഃഖകരമായ കാര്യമാണ്. കാരണം ഇവരെല്ലാവരും 4 പേരും ഒരുമിച്ച് പഠിച്ചവർ, 1-ാം ക്ലാസ് മുതൽ ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്. വ്യത്യസ്ത ഡിവിഷനുകളിലാണെങ്കിൽ കൂടി 1-ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ് ഇവർ. 8-ാം ക്ലാസ് എത്തുമ്പോഴേക്കും ഇങ്ങനെ ഒരു ദുർവിധി ഇതിൽ 4 പേർക്ക് വരുന്നു. 5 പേർ ഹാളിൽ പൊതുദർശനത്തിനായി ഒന്നൊന്നായി ഓരോരുത്തരെയായി കൊണ്ടുവന്നിരിക്കുന്നു. ഇപ്പോഴത്തെ 2ാമത്തെ ആളും എത്തിയിരിക്കുന്നു. തൊട്ടടുത്ത വിൻഡോയിൽ പ്രേക്ഷകർക്ക് കാണാനാവും ഇർഫാനയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അവസാന യാത്രയാക്കലുകളാണ്. ഇപ്പോഴത്തെ ഒരാൾ കൂടി എത്തിയിരിക്കുന്നു. ഗൂഗിൾ പറയൂ. ആയിഷയുടെ മൃതദേഹമാണ് ഇപ്പോൾ 2ാമതായി ഹോളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ആംബുലൻസുകൾ എത്തുന്നതേ ഉള്ളൂ. 2 ആംബുലൻസുകളിലായി ആയിഷയുടെ മൃതദേഹം കൂടി ഇവിടേക്ക് എത്തിച്ചു. നിദ ഫാത്തിമ, ആയിഷ ഇവർ 2 പേരുടെയും മൃതദേഹമാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ദുഃഖകരമായ കാഴ്ച. ഒരുമിച്ച് പഠിച്ച് വളർന്നവർ, അവർക്ക് ഇങ്ങനെയൊരു ദുർവിധി വന്നതിൻ്റെ ഒരു തേങ്ങലിലാണ്. ഇപ്പോൾ ഇവിടേക്ക് സ്വാഭാവികമായും ഇവർ ഒരുമിച്ച് പഠിച്ച ഇന്ന് സ്കൂളിന് അവധിയാണ്. ആ സ്കൂളിലുള്ള കുട്ടികളെയൊക്കെ തന്നെ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ പല സ്വപ്നങ്ങളായി ഒരുമിച്ച് പഠിച്ചവരാണ്. ഇന്ന് 10 മണി വരെയാണ് ഈ കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഇന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുൻപ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കണം, ഖബറടക്കം നടത്തണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് തന്നെ പള്ളിയിലെത്തിച്ച് പ്രാർത്ഥനാ ചടങ്ങുകളും മറ്റും നടത്തും. ഇപ്പോൾ 2 പേരുടെ മൃതദേഹമാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ കൂടി വീടുകളിൽ നിന്ന് മൃതദേഹം പുറപ്പെട്ടിട്ടുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിക്കും. തീർച്ചയായിട്ടും നമുക്കറിയാം വെള്ളിയാഴ്ചയുടെ പ്രത്യേകത വിശ്വാസികൾക്ക് എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് മുൻപ് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കേണ്ടതുണ്ട്. അതിനാലാണ് ഇപ്പോഴിതാ കരിമ്പനക്കലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇവരൊക്കെ സ്വന്തം ഭവനങ്ങളിൽ അന്ത്യോപചാരം അർപ്പിക്കാനായി ഉണ്ടായിരുന്നത്. അതിനുശേഷം അവസാന യാത്ര വീട്ടിൽ നിന്നിറങ്ങി ഇനി കരിമ്പനക്കൽ ഹാളിൽ അല്പസമയം. അതിനുശേഷം 10 മണിക്ക് തുപ്പനാട് ജുമാ മസ്ജിദിൽ ഖബറടക്കവും ഉണ്ടാകും. 4 പേരും ഒരേ പള്ളിപ്പറമ്പിലാണ് അന്തി ഉറങ്ങുക. അതും ഒരു പ്രത്യേകതയാണ്. ജീവിതത്തിലും അവർ വേർപിരിഞ്ഞില്ല, മരണത്തിലും വേർപിരിഞ്ഞില്ല. പക്ഷേ സുഹൃത്തുക്കൾക്ക് നഷ്ടമായത് നികത്താനാവാത്ത സ്നേഹമാണ്, സൗഹൃദമാണ്, കൂട്ടാണ് നഷ്ടപ്പെട്ടു പോയത്. ഈ നഷ്ടം മനസ്സിലാക്കി കൊടുക്കാൻ ആർക്കാണ് കഴിയുക? അവർക്ക് സ്വയം അത് മനസ്സിലാക്കാൻ എത്രയോ കാലങ്ങൾ എടുക്കുമെന്ന് തോന്നുന്നു. അത്രയും നെഞ്ചു പൊട്ടുന്ന രീതിയിലാണ് ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, നിലവിളി നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ മനസ്സിലാവും. 2 പേരാണ് ഇപ്പോൾ ഈ കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലേ ഗൂഗിൾ? അതെ, 2 പേരുടെ മൃതദേഹം, നിദ ഫാത്തിമയുടെയും ആയിഷയുടെയും മൃതദേഹമാണ് ഇപ്പോൾ കരിമ്പനക്കൽ ഹാളിലേക്ക് എത്തിയത്. മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ കൂടി ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ആ മൃതദേഹങ്ങൾ കൂടി ഇവിടേക്ക് എത്തും. വളരെ ദുഃഖകരമായൊരു സാഹചര്യമെന്ന് പറഞ്ഞാൽ പോരാ. അത് അത്രമാത്രം നമുക്ക് കണ്ട് തന്നെ അത് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയാണ്. കാരണം ഇവർ ഒരുമിച്ച് പഠിച്ച ആളുകളിൽ 2 പേരുടെ മൃതദേഹമാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരുടെ കൂടി അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിക്കും. ഇപ്പോൾ തന്നെ പുറത്ത് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. കാരണം ഇവരെ ഒരു നോക്ക് കാണാനായി, അവസാനമായി ഒരു നോക്ക് കാണാനായി ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ 2 പേരുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചു. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി ഉടൻ തന്നെ ഇവിടേക്ക് എത്തിക്കും.
നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ തന്നെ പലരും പുറത്ത് ഒക്കെ തന്നെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവർ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇന്നത്തെ ദിവസം ഇന്ന് സ്കൂൾ അവധിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്കൂൾ കുട്ടികളൊക്കെ തന്നെ ഇവിടെ വന്ന് ഇവരോടൊപ്പം പഠിച്ചവരൊക്കെ തന്നെ ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, അതായത് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു പ്രതിഷേധം എന്ന വണ്ണം തന്നെ നമ്മളോട് പറഞ്ഞു നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു വിഷയം തകരാറുണ്ടെന്ന് തോന്നുന്നു. ഗൂഗിളിലേക്ക് ഞാൻ തിരികെ വരാം. ഉള്ളിലേക്കുന്ന കാഴ്ചയാണ്. ഇന്നലെ തന്നെ പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് തവണ പരാതി പറഞ്ഞതാണ്, റോഡ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചതാണ്. എന്നിട്ടും നിർമ്മാണത്തിലെ അപാകതകൾ ഒരു അപകടത്തിന് വഴിവെച്ചു. നിരവധി അപകടങ്ങളുണ്ടായി. ആ ഒരൊറ്റ അപകടത്തിൽ 4 പേരെയാണ് നഷ്ടപ്പെട്ടത്.